ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് എന്താണ് ക്യാഷ്, എന്താണ് ക്യാഷ് ഇക്വാലൻസ് എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. മൂന്ന് ആക്ടിവിറ്റീസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പിന്നീട് പറഞ്ഞ എന്താ, എങ്ങനെയാണ് ഡയറക്റ്റ് മെത്തേഡ് മെത്തേഡിന്റെ ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. ചെയ്യിപ്പിച്ചില്ല, ഒരു പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. സോ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇൻഡയറക്റ്റ് മെത്തേഡാണ്. മനസ്സിലായി? ഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിലും ഇൻഡയറക്റ്റ് മെത്തേഡ് ആണെങ്കിലും നമുക്ക് കിട്ടുന്ന ആൻസറിനകത്ത് വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, സെയിം ആയിരിക്കും. പക്ഷേ ഏറ്റവും കൂടുതൽ തവണ എക്സാമിന് ചോദിച്ച് കാണാറുള്ളത് ഇൻഡയറക്റ്റ് മെത്തേഡാണ് അല്ലേ. അത് പറയുന്ന കൂട്ടത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞായിരുന്നു. ദാറ്റ് മീൻസ് ഡയറക്റ്റ് മെത്തേഡും ഇൻഡയറക്റ്റ് മെത്തേഡും നമ്മളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഏത് ആക്ടിവിറ്റിക്ക് മാത്രമാണ്, ഈ പറയുന്ന ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിക്ക് മാത്രമാണ്. ദാറ്റ് മീൻസ് അണ്ടർ ഡയറക്റ്റ് മെത്തേഡ് ഓർ ഇൻഡയറക്റ്റ് മെത്തേഡ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസും ഫിനാൻസിങ് ആക്ടിവിറ്റീസും സെയിം ആയിരിക്കും. ഒരു വ്യത്യാസവും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവില്ല. മനസ്സിലായി? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന സാധനം ചെയ്യണേ? ഇൻഡയറക്റ്റ് മെത്തേഡ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരുടെയും മനസ്സിൽ നല്ലൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കൊണ്ടുപോകുന്നേ, ഒരു കമ്പനിയുടെ ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട്, എല്ലാവരുടെയും മനസ്സിൽ ഒരു ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട് ഒന്ന് കൊണ്ടുവന്നേ. ഇനി ആ ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലേ, that means net profit as per profit and loss account. ഇതിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണേ. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു എന്താ, നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് ഒരിക്കലും ഏതിന് ഇക്വലന്റ് ആവില്ല, നമ്മുടെ ക്യാഷ് ബാലൻസിന് ഇക്വലന്റ് ആവില്ല അല്ലെ. സോ നമ്മുടെ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ ക്യാഷ് ഫ്ലോയിലോട്ട് എത്തിക്കണേ? അതിനൊരു ഉദാഹരണം പറഞ്ഞായിരുന്നു, ഡിപ്രീസിയേഷന്റെ കേസ്. എന്താ പറഞ്ഞേ? ഡിപ്രീസിയേഷൻ പി ആൻഡ് എൽ അക്കൗണ്ട് പ്രകാരം ഓക്കെയാണ്, ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ ഒരു എക്സ്പെൻസ് ആയിട്ട് നമുക്ക് ഡെബിറ്റ് സൈഡിൽ കാണിക്കാം. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഡിപ്രീസിയേഷൻ കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് മോണിറ്ററി ആയിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ക്യാഷ് ഔട്ട്ഫ്ലോസ് സംഭവിക്കുന്നുണ്ടോ? ഇല്ല. സോ നമ്മൾ ഈ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ആദ്യമേ നമ്മൾ ചെയ്യാൻ പോകുന്നതും അതാണ്. എന്താണെന്നറിയാമോ? ആഡ് ഓർ ലെസ് നോൺ ക്യാഷ് ഐറ്റംസ്. മനസ്സിലായോ? എക്സ്പെൻസുകളാണെങ്കിൽ ആ എക്സ്പെൻസ് കാണിച്ചത് കൊണ്ടാണ് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കണേ. സോ നമുക്കത് ആഡ് ചെയ്യാം. ഇനി ഇൻകംസ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ആ ഇൻകംസ് കാണിച്ചിരിക്കുന്നത് കൊണ്ടാണ് പ്രോഫിറ്റ് കൂടിയിരിക്കണേ. സോ നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. ദാറ്റ് മീൻസ് എക്സ്പെൻസുകളാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, ഇൻകംസ് ആണെങ്കിൽ ലെസ് ചെയ്യാം. മനസ്സിലായി? കുറേ വരും കേട്ടോ. ഇത് നമ്മൾ വിചാരിച്ചതുപോലെ ഒന്ന് രണ്ട് കാര്യങ്ങളല്ല. ഡിപ്രീസിയേഷൻ മാത്രമല്ല, ഡിപ്രീസിയേഷൻ വരും അല്ലേ. നമ്മൾ പ്രൊവിഷൻസോ റിസർവ്സോ എടുത്തു വെച്ചു എന്ന് വിചാരിക്കുക. പ്രൊവിഷനോ റിസർവോ എന്താ, നമ്മൾ പ്രൊവിഷൻ മാറ്റി വെക്കുന്നു അല്ലെങ്കിൽ റിസർവ് മാറ്റി വെക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അല്ലെങ്കിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്ന് പറയുന്നു. ഡിവിഡൻഡ് പെയ്ഡ് അല്ല, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു എന്ന് പറയുന്നു. ദാറ്റ് മീൻസ് ഇതെല്ലാം നോൺ ക്യാഷ് ഐറ്റംസ് ആണ് അല്ലെ. ഈ പ്രൊവിഷൻ നമ്മുടെ പി ആൻഡ് എൽ അക്കൗണ്ടിൽ നിന്ന് ഒരു പ്രൊവിഷൻ മാറ്റി വെച്ചു, നമുക്ക് എന്താ നഷ്ടപ്പെടാനുള്ളത്? അല്ലെങ്കിൽ നമുക്ക് എന്താ മോണിറ്ററി പേയ്മെന്റ് നടക്കണേ? മോണിറ്ററി പേയ്മെന്റ് ഒന്നും വരില്ല. സോ ഈ പറയുന്ന പോലെ ഗുഡ് വില്ല് വരും, പ്രൊവിഷനോ റിസർവ്സോ അങ്ങനെ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വരും. ഈ പറയുന്ന ഡിവിഡൻഡ് ഡിക്ലെയർ എന്ന് പറയുന്നത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ അത് വരും. പിന്നെ എന്ത് വരും? ഈ പറയുന്ന പോലെ പ്രിലിമിനറി എക്സ്പെൻസസുകൾ ചിലപ്പോൾ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയും അല്ലേ. പി ആൻഡ് എൽ അക്കൗണ്ട് വഴി പ്രിലിമിനറി എക്സ്പെൻസസുകൾ നമ്മൾ ചിലപ്പോൾ റൈറ്റ് ഓഫ് ചെയ്ത് കളയും. സോ അങ്ങനെ റൈറ്റ് ഓഫ് ചെയ്തിരിക്കുന്ന പ്രിലിമിനറി എക്സ്പെൻസസുകൾ വരും. ഇതെല്ലാം പി ആൻഡ് എൽ അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡ് വരുന്ന സാധനങ്ങളാണ് ആണല്ലോ. ഇനി അത് ആ ഡെബിറ്റ് സൈഡ് വന്നതുകൊണ്ട് എക്സ്പെൻസസ് ആയിട്ട് കാണിച്ചത് കൊണ്ടാണ് നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞിരിക്കണേ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതങ്ങ് ആഡ് ബാക്ക് ചെയ്യാം. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത് എന്താ? നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു, അല്ലെങ്കിൽ ആ പി ആൻഡ് എൽ അക്കൗണ്ടിനകത്തുള്ള നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു. നെറ്റ് പ്രോഫിറ്റ് എടുത്തിട്ട് ആ പി ആൻഡ് എൽ അക്കൗണ്ടിനകത്ത് ഏതൊക്കെയാണ് നോൺ ക്യാഷ് ഐറ്റംസ് എന്ന് നോക്കുന്നു. ആ നോൺ ക്യാഷ് ഐറ്റംസിന്റെ ഡെബിറ്റ് ആണ് അല്ലെങ്കിൽ എക്സ്പെൻസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ അത് ആഡ് ചെയ്യുന്നു. നോൺ ക്യാഷ് ഐറ്റംസ് പ്രോഫിറ്റ് ആയിട്ടാണ് അല്ലെങ്കിൽ ഇൻകം ആയിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ചെയ്യാം. അവിടെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ സാധനങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഏതൊക്കെയാ? ഡിപ്രീസിയേഷൻ വരും. മനസ്സിലായോ? ഡിപ്രീസിയേഷൻ വരും. പിന്നെ ഏതാ? ഈ പ്രൊവിഷൻസ്, റിസർവ്സ്, പ്രിലിമിനറി എക്സ്പെൻസസ് റൈറ്റ് ഓഫ് ചെയ്തത്, ഗുഡ് വില്ല് റൈറ്റ് ഓഫ് ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വരും. മനസ്സിലായി? കൂടാതെ ഒരു കാര്യം കൂടെ വരും, പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് എന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്.
പ്രോഫിറ്റ് ഓർ ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ് എന്ന് പറഞ്ഞിട്ടും വരാറുണ്ട്. അവിടെ എന്താ പ്രോഫിറ്റോ ലോസോ സംഭവിച്ചു, അല്ലെങ്കിൽ 50,000 രൂപ വിലയുള്ള അസറ്റ് 52,000 രൂപയ്ക്ക് നമ്മൾ സെയിൽ ചെയ്തു, 2,000 രൂപ പ്രോഫിറ്റ് കിട്ടി, ശരിയാ. പക്ഷെ ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ക്യാഷ് ആണോ? നോൺ ക്യാഷാ. കാരണം എന്താ? അതും അല്ലെങ്കിൽ ആ 52,000 രൂപ നമ്മൾ എവിടെ കാണിക്കും? ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റീസിനകത്ത് കാണിക്കും, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞേ 50 രൂപയുടെ അസറ്റ് വിറ്റപ്പോൾ 52,000 രൂപ നമുക്ക് കിട്ടി. സോ ഇൻവെസ്റ്റ്മെന്റ് ആക്ടിവിറ്റിയിൽ നമ്മൾക്ക് 52,000 രൂപ കിട്ടിയതായിട്ട് നമ്മൾ കണക്കാക്കും. 52,000 നമ്മൾ ക്യാഷ് റിസീവ് ചെയ്തതായിട്ട് കണക്കാക്കും. മനസ്സിലായല്ലോ? സോ ദാറ്റ് മീൻസ് ഒരു കാര്യം കൂടെ നമുക്ക് എഴുതാം, ആഡ് ഓർ ലെസ് ഐറ്റംസ് അണ്ടർ അതർ ആക്ടിവിറ്റീസ്. അതായത് വേറെ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെടുത്തി ഏതെങ്കിലും ഒരു ഐറ്റം നമ്മുടെ P&L വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഇവിടെ അങ്ങ് വേണ്ടാന്ന് വെക്കണം. കാരണം എന്താ? അത് ആ ആക്ടിവിറ്റി കാണിക്കും. സോ ഇവിടെയും അവിടെയും കാണിച്ചാൽ അത് ഡബിൾ ആയില്ലേ, അല്ലെ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഡിവിഡൻഡ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ P&L അക്കൗണ്ടിനകത്ത് കിടക്കണമെന്ന് വിചാരിക്കുക. ഡിവിഡൻഡ് പെയ്ഡ്, ഡിവിഡൻഡ് കൊടുത്തു. സോ അത് എക്സ്പെൻസ് ആണ്, നമ്മൾ നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ആഡ് ചെയ്ത് കാണിക്കും. കാരണം എന്താ? ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയിൽ ഡിവിഡൻഡ് പെയ്ഡ് മൈനസ് ചെയ്താൽ ഇത് തന്നെയാണ് നമ്മൾ ഏതിനകത്തും ചെയ്യണേ, നമ്മുടെ ഫിനാൻസിങ് ആക്ടിവിറ്റീസിനകത്തും ചെയ്യണേ. അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് പെയ്ഡ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ്, അങ്ങനെ വേറെ ഏതെങ്കിലും ഹെഡിനകത്ത് കാണിക്കേണ്ട എക്സ്പെൻസുകളാണെങ്കിൽ ഇവിടെ നമ്മൾ അത് ആഡ് ബാക്ക് ചെയ്യണം. ഇൻകംസ് ആണെങ്കിൽ നമ്മൾ ലെസ് ചെയ്യണം. ഈ പറഞ്ഞതുപോലെ പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് അസറ്റ്സ് വരാം, അല്ലെങ്കിൽ ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വരാം, അല്ലെങ്കിൽ ഡിവിഡൻഡ് റിസീവ്ഡ് വരാം, ഡിവിഡൻഡ് പെയ്ഡ് വരാം, ഇൻട്രസ്റ്റ് റിസീവ്ഡ് വരാം, ഇൻട്രസ്റ്റ് പെയ്ഡ് വരാം, അങ്ങനെയുള്ള എന്ത് കാര്യം വേണേലും വരാം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനകത്തുള്ള നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു, ഫസ്റ്റിംഗ് നോൺ ക്യാഷ് ആയിട്ട് വരുന്ന ഐറ്റംസിനെ ആഡോ ലെസ്സോ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വേറെ ഹെഡിനകത്ത് വരാൻ സാധ്യതയുള്ള ഐറ്റംസിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുവന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നു. മനസ്സിലായോ? അതായത് ആഡോ ലെസ്സോ ചെയ്യുന്നു. കാരണം എന്താ? അത് ഓൾറെഡി വേറെ ഹെഡിനകത്ത് നമ്മൾ കാണിക്കേണ്ടതാണ്, നമുക്ക് എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇവിടെ കാണിക്കേണ്ട കാര്യമില്ല. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്യാഷ് ഫ്ലോ ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ്. മനസ്സിലായോ? സോ നെറ്റ് പ്രോഫിറ്റ് എന്ന് ഈ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്ന നേരത്ത് നമുക്ക് കിട്ടുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാം? ബിഫോർ ക്യാഷ് ഫ്ലോ ബിഫോർ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് എന്ന് പറയാം. ഇനി നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റിൽ വർക്കിംഗ് ക്യാപിറ്റലിനകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസും കൂടെ കാണിക്കണം. വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഏതൊക്കെയാ? കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും. കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസും കാണിക്കണമെന്നല്ല പറയണേ, കറണ്ട് അസറ്റ്സിനകത്തും കറണ്ട് ലൈബിലിറ്റീസിനകത്തും ഉണ്ടാകുന്ന വ്യത്യാസം ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണം, അല്ലേ? ഒരു എക്സാമ്പിൾ പറയാം. കറണ്ട് അസറ്റ്സ് കൂടി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ പോട്ടെ കറണ്ട് അസറ്റ്സ് കുറഞ്ഞു എന്ന് വിചാരിക്കുക. എപ്പോഴും കറണ്ട് അസറ്റ്സ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്ന ഒരു സാധനം സ്റ്റോക്കാണ്, അല്ലേ? കറണ്ട് അസറ്റ്സ് സ്റ്റോക്ക് കുറഞ്ഞു എന്ന് വിചാരിക്കുക. സ്റ്റോക്ക് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? സ്റ്റോക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫിനിഷ്ഡ് ഗുഡ്സിന്റെ സ്റ്റോക്ക് കുറഞ്ഞാൽ അത് സെയിലായി എന്നാണ് അർത്ഥം, അല്ലേ? സോ ദാറ്റ് മീൻസ് അത് കുറഞ്ഞാൽ സെയിലായാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാഷ് ഇൻഫ്ലോ ആണോ? സോ ഇൻക്രീസ് ഇൻ ക്യാഷ് ഫ്ലോ വരും കറണ്ട് അസറ്റ്സ് കുറഞ്ഞാൽ. ഇനി കറണ്ട് അസറ്റ്സ് കൂടിയാലും ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് എന്ത് സംഭവിക്കും? ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും. ഇനി കറണ്ട് ലൈബിലിറ്റി കൂടിയാലോ? കറണ്ട് ലൈബിലിറ്റി ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു 50,000 രൂപ വാങ്ങിച്ചു. സോ എൻ്റെ ലൈബിലിറ്റി കൂടി. അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ ലൈബിലിറ്റി കൂടുന്നതനുസരിച്ച് എനിക്ക് എന്ത് വന്നുകൊണ്ടിരിക്കും? ക്യാഷ് ഇൻഫ്ലോസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ലൈബിലിറ്റി കുറഞ്ഞു എന്ന് വിചാരിക്കുക, നിങ്ങളുടെ പേയ്മെന്റ് ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തന്നു, എനിക്ക് എന്ത് സംഭവിക്കും? എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ക്യാഷ് പോയി, അല്ലേ? ഔട്ട്ഫ്ലോ വരും. സോ ഇത് രണ്ടും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണം. ഏതൊക്കെയായിരുന്നു? കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലൈബിലിറ്റീസ്. ഈ രണ്ട് സാധനങ്ങളും കൂടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇതിന്റെ ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ എന്ന് നോക്കണം. ഞാൻ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് രണ്ട് എക്സാമ്പിൾ പറഞ്ഞു തന്നെ നിങ്ങൾക്ക്. ഒന്ന് സ്റ്റോക്കിന്റെയും പിന്നെ ഒന്ന് ക്രെഡിറ്റേഴ്സിന്റെയും. സോ സ്റ്റോക്ക് കുറഞ്ഞു, ദാറ്റ് മീൻസ് ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് കുറഞ്ഞു, സ്റ്റോക്ക് കുറഞ്ഞു. ഡിക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ നമുക്ക് എന്ത് വരും? ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും ആഡ് ചെയ്യാം, അല്ലേ? ഇനി നേരെ തിരിച്ച് ഇൻക്രീസ് ഇൻ കറണ്ട് അസറ്റ്സ് ആണെങ്കിൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് വരും, ക്യാഷ് ഔട്ട്ഫ്ലോ വരും. നമുക്ക് മൈനസ് ചെയ്യാം. ഇനി എന്താ? കറണ്ട് ലൈബിലിറ്റിയാണ്.
ഈ പറയുന്നത് പോലെ ഇൻക്രീസ് ഇൻ കറണ്ട് ലൈബിലിറ്റി കൂടി, നമ്മുടെ കടബാധ്യത കൂടി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും? ക്യാഷ്, ലിക്വിഡ് ആയിട്ടുള്ള ക്യാഷ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവും. സോ നമുക്ക് എന്ത് ചെയ്യാം? അതായത് ഇൻക്രീസ് ഇൻ കറണ്ട് ലൈബിലിറ്റി ആണെങ്കിൽ ക്യാഷ് ഇൻഫ്ലോ ആയിരിക്കും, ആഡ് ചെയ്യാം. ആൻഡ് ഡിക്രീസ് ഇൻ കറണ്ട് ലൈബിലിറ്റി ആണെങ്കിൽ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഒന്നിനെ ആഡ് ചെയ്യാം, ഒന്നിനെ ലെസ് ചെയ്യാം. ചെയ്താൽ മനസ്സിലായോ? സോ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മളെ എന്താ പറയുക, ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. പിന്നെയുള്ളത് ആ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് മാത്രം. ഇൻകം ടാക്സും കൂടെ അങ്ങ് മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ കിട്ടും. മനസ്സിലായോ? സോ ഇൻഡയറക്റ്റ് മെത്തേഡിനകത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടുന്നാ? ഈ പറയുന്നത് പോലെ നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യണേ. ആദ്യമേ നമ്മൾ അതിനകത്ത് നിന്ന് എന്ത് ചെയ്യണം? ഈ പറയുന്ന നോൺ ക്യാഷ് ഐറ്റംസ് എല്ലാം ആഡോ ലെസ്സോ ചെയ്യുന്നു. പിന്നീട് വേറെ ഹെഡിനകത്ത് വരാൻ സാധ്യതയുള്ള ഐറ്റംസിനെ നമ്മൾ ഇതേപോലെ തന്നെ ആഡോ ലെസ്സോ ചെയ്യുന്നു. നമുക്ക് എന്ത് കിട്ടും? ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് കിട്ടും. എന്നിട്ട് ബാലൻസ് ഷീറ്റിനകത്ത് കറണ്ട് അസറ്റ്സും കറണ്ട് ലൈബിലിറ്റീസും ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ നോക്കാം. അത് ഈ പറയുന്നത് പോലെ കറണ്ട് അസറ്റ്സ് കുറഞ്ഞാൽ ഇൻഫ്ലോ ആയിരിക്കും, കറണ്ട് അസറ്റ്സ് കൂടിയാൽ ഔട്ട്ഫ്ലോ ആയിരിക്കും. അതേപോലെ തന്നെ കറണ്ട് ലൈബിലിറ്റി കൂടിയാൽ ഇൻഫ്ലോ ആയിരിക്കും, കറണ്ട് ലൈബിലിറ്റി കുറഞ്ഞാൽ ഔട്ട്ഫ്ലോ ആയിരിക്കും. ഇനി എന്ത് ചെയ്യാം? എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസിനെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ ആ ഫോർമാറ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നോക്കേ, നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് ആൻഡ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് എന്ത് ചെയ്യണം? non-cash and non-operating items which have already been debited in P&L account. Non-cash items-ഉം non-operating items-ഉം, that means വേറെ ഹെഡിനകത്ത് വരുന്നത് എന്തൊക്കെയാണ്? നോക്കേ, ഡിപ്രീസിയേഷൻ വരും, ട്രാൻസ്ഫർ ടു റിസർവ്സ് ആൻഡ് പ്രൊവിഷൻ വരും, ഗുഡ് വിൽ റിട്ടേൺ ഓഫ് വരും, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫും വരും, അതർ ഇൻടാഞ്ചിബിൾ അസറ്റ്സ് റിട്ടേൺ ഓഫ്. മനസ്സിലായി? സച്ച് ആസ് ഡിസ്കൗണ്ട് ഓർ ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസോ ഡിബഞ്ചേഴ്സോ റൈറ്റിംഗ് കമ്മീഷനോ അണ്ടർ റൈറ്റിംഗ് കമ്മീഷനോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പെൻസുകൾ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വരും. ലോസ് ഓൺ സെയിൽ ഓഫ് ഡിസ്പോസൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഫോറിൻ എക്സ്ചേഞ്ച് ലോസ്, നോർമലി വരുന്ന കുറച്ച് സാധനങ്ങൾ. ഇതെല്ലാം P&L അക്കൗണ്ടിനകത്ത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് എക്സ്പെൻസസ് ആയിട്ട് കാണിച്ചിട്ടുണ്ടാവും. സോ നമ്മൾ ഇവിടെ അതിന് എന്ത് ചെയ്താൽ മതി? തിരിച്ച് ആഡ് ബാക്ക് ചെയ്ത് കാണിച്ചു കൊടുത്താൽ മതി. ഇനി അതേപോലെ തന്നെ എന്തൊക്കെ ലെസ് ചെയ്യണം? അവിടെ ക്രെഡിറ്റ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾ ഏതൊക്കെയാണ്? നോക്കി, ലെസ് നോൺ ക്യാഷ് ആൻഡ് നോൺ ഓപ്പറേറ്റിംഗ് ഐറ്റംസ് വിച്ച് ഹാവ് ബീൻ ഓൾറെഡി ക്രെഡിറ്റഡ് ഇൻ P&L അക്കൗണ്ട്. അവിടെ ഇൻകം ആയിട്ട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നെറ്റ് പ്രോഫിറ്റ് അത്രയും കൂടിയായിരിക്കണേ, അതിനെ കുറയ്ക്കണം. നോക്കി, ഗെയിൻ ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്സ്, പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്, ഇൻകം ഫ്രം ഇൻട്രസ്റ്റ് ഓർ ഡിവിഡൻഡ് ഓൺ ഇൻവെസ്റ്റ്മെന്റ്, ഇതൊക്കെ ഏതിനകത്ത് വരുന്നതാ? നമ്മുടെ വേറെ ഓപ്പറേറ്റിംഗ് അല്ല, അതല്ലാതെ വരുന്ന ബാക്കിയുള്ള ആക്ടിവിറ്റീസിനകത്ത് വരുന്നതാ. ഇനി അപ്രീസിയേഷൻ വാല്യൂ ഉണ്ടെങ്കിൽ റിസർവ്സ്, റിട്ടേൺ ബാക്ക്, ഫോറിൻ എക്സ്ചേഞ്ച് ഗെയിൻ. മനസ്സിലായി? സോ ഇത്രയുള്ള കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ആഡോ ലെസ്സോ ചെയ്യാം. എക്സ്പെൻസുകളാണെങ്കിൽ ഓൾറെഡി ഡെബിറ്റഡ് ഇൻ P&L അക്കൗണ്ട് ആണെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? ആഡ് ചെയ്യാം. ഓൾറെഡി ക്രെഡിറ്റഡ് ഇൻ P&L അക്കൗണ്ട് ആണ്, ഇൻകം ആയിട്ട് ഓൾറെഡി ക്രെഡിറ്റഡ് ഇൻ P&L അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് അതിനെ ലെസ് ചെയ്യാം. ചെയ്ത് മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നോക്കി, ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ബിഫോർ വർക്കിംഗ് ക്യാപിറ്റൽ ചേഞ്ചസ് വരും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ്മെന്റ് ഫോർ ദ ചേഞ്ചസ് ഇൻ കറണ്ട് ഓപ്പറേറ്റിംഗ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ്. അതാണ് നമ്മൾ പറഞ്ഞത്. എന്ത് ചെയ്യണം? കറണ്ട് അസറ്റ്സ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഔട്ട്ഫ്ലോ ആണ്, കറണ്ട് അസറ്റ്സ് ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻഫ്ലോ ആണ്. കറണ്ട് ലൈബിലിറ്റി ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഇൻഫ്ലോ ആണ്, കറണ്ട് ലൈബിലിറ്റി ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ അതിന് എന്തായിട്ട് പറയാം? ഔട്ട്ഫ്ലോ ആയിട്ട് പറയാം. മനസ്സിലായോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ക്യാഷ് ജനറേറ്റഡ് ഫ്രം ഓപ്പറേഷൻ ബിഫോർ ടാക്സ്. നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് ചെയ്യാം? ഇൻകം ടാക്സ് പെയ്ഡ് എത്രയാണെന്ന് വെച്ചാൽ മൈനസ് ചെയ്യാം. അതിൽ നിന്ന് ക്യാഷ് ഫ്ലോ ബിഫോർ എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് വരും. ആഡ് ഓർ ലെസ് എക്സ്ട്രാ ഓർഡിനറി ഐറ്റംസ് ഇഫ് എനി ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം. നമുക്ക് എന്ത് കിട്ടും? നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്ന സാധനം കിട്ടും. മനസ്സിലായോ? ചെയ്ത കാര്യം മനസ്സിലായല്ലോ? ഒരു കുറച്ച് പ്രോബ്ലം വർക്കൗട്ട് ചെയ്യാതെ അത് നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. സോ ഈ വീഡിയോ നല്ലപോലെ കേൾക്കുക. ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് 1-2 പ്രോബ്ലംസ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ ഡയറക്റ്റ് മെത്തേഡിനകത്തും ഇൻഡയറക്റ്റ് മെത്തേഡിനകത്തും എങ്ങനെയാണ് ചെയ്യണേ, എങ്ങനെയാണ് അത് ചെയ്യാൻ പറ്റണേ, നമുക്ക് 1-2 പ്രോബ്ലം ഒന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ വീഡിയോ കാണുക. ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, എങ്ങനെ വന്നിരിക്കണേ എന്ന് നല്ലപോലെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബൈ.